പ്രൈസ് ദ ലോർഡ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി ചൊല്ലാവുന്ന ഒരു ശക്തമായൊരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ഒരാൾ ചൊല്ലിക്കൊടുത്ത് ബാക്കി മറ്റുള്ളവരെല്ലാം ചൊല്ലി പ്രാർത്ഥിക്കണം. വളരെ ശക്തമായ പ്രാർത്ഥന എന്ന് പറയുന്നത് വെച്ചാൽ ഇത് ഒരു പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ 1000 ആത്മാക്കൾ രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. യോഹന്നാൻ 11:25 പറയുന്നുണ്ട്, ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. അപ്പോൾ നമ്മൾക്ക് ഒരു നിത്യജീവനുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥന നമ്മൾ ദിവസവും ചൊല്ലണം. നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ പൂർവികരുടെ പേരുകൾ കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. ആ പ്രാർത്ഥനയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നിത്യപിതാവേ, ഇന്നേ ദിവസം ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ അങ്ങേ തിരുക്കുമാരൻ്റെ രക്തം ശുദ്ധീകരണ സ്ഥലത്തെ പരിശുദ്ധാത്മാക്കൾക്കും ലോകത്തിലെ എല്ലാ പാപികൾക്കും സാർവത്രിക സഭയിലെയും എൻ്റെ വീട്ടിലെയും കുടുംബത്തിലെയും പാപികൾക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെച്ചുകൊള്ളുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.